ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഈ ആരതിയുമായി വരുമ്പോഴേ പരിഹസിക്കാനും കുറ്റം പറയാനും പലരും ഉണ്ടാവും. ഞാനിത് ചെയ്യുന്നതേ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാ. നിനക്കേ ശത്രുക്കളുടെ എണ്ണേ ദിനം പ്രതി കൂടി വരുക. എന്തിനാ വിളിച്ചത്? അല്ല, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അത് ശരി, ഒരിക്കലും വിചാരിക്കാതെ ആ മോൻ വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇതിലെന്തോ ഉണ്ടെന്ന്. അതോടെ ഞങ്ങൾ ഇന്നലെ എവിടെ പോയി എന്നല്ലേ ചോദ്യം. ഞാനും എന്റെ ഭാര്യയും കൂടി ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് പോകും. ഇപ്പോ ഹണിമൂൺ പീരീഡ് അല്ലേ. ഇന്നലെ പോയത് കല്ലാറ്, മീൻമുട്ടി, പൊന്മുടി. കേട്ടില്ലേ അവന്റെ മറുപടി? ഇങ്ങനെ കരണം നോക്കി പൊട്ടിക്കാതിരിക്കും. വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണത്തിനും നാശങ്ങള്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആശ്വാസം അവൾ ഈ വീട്ടിന്റെ പടി ഇറങ്ങിപ്പോയതാ. ഇനി ഇവനെ കൂടി ഇവിടുന്ന് അടിച്ച് പുറത്താക്കി ഇവിടെ പുണ്യാഹം തളിക്കണം. അതിനി ഒട്ടും താമസം വരില്ല. അമ്മേ, തെരുവിലിട്ട് ഞാൻ തീർത്തരാ അവനെ. മിണ്ടരുത്. ഒരു തീർപ്പുകാരൻ നടക്കുന്നു. കണ്ടവരുടെ തല്ല് മേടിച്ച് നടക്കുന്ന ഒരു അസുരവിത്ത്. എടാ, നോക്കി നിൽക്കതാ, പോടാ. ചെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്. അതോ അത് മറന്നുപോയോ? ചെല്ലടാ അങ്ങോട്ടാ. ഓ, വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പ്രതാപനോട് തനിച്ച് സംസാരിക്കാന്ന് വെച്ചാ ഈ രണ്ടെണ്ണവും സമ്മതിക്കില്ല. ചേച്ചി എന്താ പ്രതാപേട്ടനെ നോക്കി നിൽക്കുവാണോ? എന്താ, എനിക്ക് പ്രതാപനെ കാത്തിക്കാൻ പാടില്ലേ? അവനുവേ നിന്നെ പോലെ എന്റെ ആങ്ങളെയാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പ്രത്യേകിച്ച് ഒന്നും വെച്ച് ചോദിച്ചതല്ല. ചേച്ചി എന്നെ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തല്ലേ. ശത്രുപക്ഷത്തും മിത്രപക്ഷത്തും ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ ശേഖര. നിങ്ങൾക്ക് എന്തറിയാന്നാ പറയുന്നേ? ശരിടാ, രണ്ടു കൈയും കൂട്ടിമുട്ടുമ്പോഴാ ശബ്ദം ഉണ്ടാവുന്നത്. ഒന്നും വേണ്ട. ഓ, ഭാര്യയുടെ അഡ്വൈസ് അനുസരിക്കടാ, അതാ നിനക്ക് നല്ലത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവള് പറയുന്ന തന്നെയാ ശരി. ശരിയാണെന്ന് തോന്നിയിട്ടല്ല ചേച്ചി പലപ്പോഴും നാവടക്കി നിൽക്കുന്നത്. ഇതൊരു കുടുംബമല്ലേ, സമാധാനം വേണ്ടേ? അതുകൊണ്ടാ. പ്രതാപ, പോവല്ലേ? എന്താ പ്രശ്നം? എന്താ ചേര? എനിക്കറിയില്ല ഏട്ടാ. യാമിനിക്കോ? എനിക്കും അറിയില്ല ഏട്ടാ. ഇതെന്തോന്ന്, താലപ്പൊലിയോ?
ഇവരുടെ ഓരോ ഉടായിപ്പോളെ. ഇതെന്തിനാ ചേച്ചി? ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഈ ആരതി എപ്പോഴും ആരതി ഒഴിഞ്ഞൂടെ ഞാൻ എന്താ മഹാരാജാവോ? എന്താ സംശയം? നീ ഒരു മഹാരാജാവ് തന്നെയാ പ്രതാപ. ഞാൻ ഈ ആരതിയുമായി വരുമ്പോഴേ പരിഹസിക്കാനും കുറ്റം പറയാനും പലരും ഉണ്ടാവും. ഞാനിത് ചെയ്യുന്നതേ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാ. നിനക്കേ ശത്രുക്കളുടെ എണ്ണേ ദിനം പ്രതി കൂടി വരുക. ആ ശത്രുക്കളിൽ നിന്നൊക്കെ മോചനം കിട്ടണം. അതിനാ ഈ ആരതി ഒഴിയുന്നത്. നിനക്ക് കണ്ണേറ് കിട്ടരുത്. എല്ലാ ദുഷ്ടശക്തികളും അകന്നു മാറിപ്പോണം. അതിനാ അഗ്നിദേവനെ സാക്ഷി നിർത്തിയുള്ള ഈ ആരതി ഒഴിയൽ. എന്റെ ആങ്ങളെ കാത്തോണേ ഭഗവാനെ. ശത്രുക്കൾക്ക് സർവനാശം വരുത്തണേ ഈശ്വര. ഇവനൊരു രോഗിയായി തകർന്നു വീഴണേ. നിന്റെ സർവ്വ സ്വത്തുക്കളും കൈക്കലാക്കി നിന്നെ ഞാൻ തെരുവിലിറക്കൂടാ. നീ എന്നും എന്റെ ശത്രുവാടാ, ദ്രോഹി. നിനക്കേ ഞാൻ മാത്രമേ ഉള്ളൂ മോനെ. അവസാനം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. അതെന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? ശേഖരനും നമ്മുടെ കൂടെ പുറപ്പല്ലേ? അവനിത് കേട്ടാ വിഷമം ഉണ്ടാവില്ലേ? ഞാൻ എന്റെ ഏട്ടനെ തള്ളിപ്പറഞ്ഞ പോകുന്നൊക്കെയാ ചേച്ചി പ്രതീക്ഷിക്കുന്നേ. അതൊന്നുമല്ല പ്രതാപ. വളർത്തി വലുതാക്കിയവള് തള്ളിപ്പറഞ്ഞ് പുറം കാലിന് തൊഴിച്ചു പോയില്ലേ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ ചേച്ചി, ഇത് ജീവിതമല്ലേ. ഇവിടെ ആവശ്യത്തിലധികം ആത്മാർത്ഥത കാണിക്കരുത്. വളമില്ലാത്ത മരങ്ങളിലാ ആദ്യം കോടാലി വീഴുന്നത്. രാജു വാ. പ്രതാപ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയേ ചേച്ചി. ചേച്ചിയുടെ ഒരു ആഗ്രഹം, നീ അത് സാധിച്ചു തരണം. എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയാ ഇവർ ഈ തരികിടകളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ചേച്ചിയുടെ ആഗ്രഹം അത് പറയേ. ചേച്ചിയുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? പറയേ ചേച്ചി. അകലെ